ഹലോ ഫ്രണ്ട്സ്, ഞാൻ കാണിച്ചില്ല എൻ്റെ വീട്ടിലുള്ള പഴങ്ങളും കിഴക്കണെങ്കിൽ ഇതിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ അതിന്മേൽ പഴങ്ങളോ പൂക്കളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഇപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടാലോ? കേൾക്കാൻ വരുമോ? നാരങ്ങ തന്നെയാണ് ഫസ്റ്റും. പക്ഷേ അതൊക്കെ പോലെ തന്നെ ഇപ്പോഴും നാരങ്ങയൊന്നുമില്ല കേട്ടോ. നാരങ്ങ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം നാരങ്ങയൊന്നുമില്ല. നെക്സ്റ്റ് അടുത്തത് പപ്പായയാണ്. പപ്പായ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, നോക്കൂ. അടുത്തതായിട്ടുള്ള കവുങ്ങാണ്. ഞാൻ അന്ന് കാണിച്ചു തന്നപ്പോൾ ഇതിന് പന എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കവുങ്ങാണ്. കവുങ്ങമേൽ പൂവുണ്ടായിട്ടുണ്ട്. 2 കവുങ്ങുണ്ട്. പിന്നീടുള്ളത് തെങ്ങാണ്. തെങ്ങിന്മേൽ ഒരു തേങ്ങ ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് നോക്കൂ നിങ്ങൾ, കണ്ടോ? അവിടെ അതൊക്കെ തേങ്ങകളാട്ടോ. അടുത്തത് ഇവിടെ ചക്ക ഉണ്ടായിട്ടുണ്ട്. 2 ഉണ്ട്. ഇവിടെ ഉണ്ട് ഒന്ന് അവിടെയാണ്. പിന്നെ ഇവിടെ കുറേ പൂക്കളുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. കണ്ടോ? അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാകെ കെട്ടിക്കൂട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അമ്മ. നെക്സ്റ്റ് അടുത്തത് മാവാണ്. മാവിന്മേൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാങ്ങകളുണ്ട്, കണ്ടോ? അവിടെയും ഉണ്ട് കേട്ടോ മാങ്ങ. ആ മാങ്ങ ഇപ്പം കാണുന്നില്ല. ഇതിന്മേലുണ്ട് കേട്ടോ ഒരുപാട് മാങ്ങ. ഇതാ ഇവിടെ പേരയ്ക്ക മരമുണ്ട്. ഇതാ ഒരു പേരയ്ക്ക ഇവിടെ. അടുത്തത് അവിടെയാണ് കേട്ടോ. അവിടെ ഇതാ ഒരു പേരയ്ക്ക. ഇവിടെ റംബൂട്ടാൻ മരമുണ്ട്. ഒന്ന് അവിടെയാണ്. പിന്നെ അവിടെ വേറൊരു മൂച്ചയാണ്. ഇതിന്മേൽ ഞാൻ രാവിലെ ഒരു പൂ കണ്ടിരുന്നു, കാണിച്ചു തരാം. ഇതാ മാങ്ങകൾ, കുറഞ്ഞ മാങ്ങകൾ. ഇതിന്മേലും ഒരുപാടുള്ളത് പൂക്കൾ തന്നെയാട്ടോ. ഇതുണ്ടോ? ഇത് മരത്തിൽ മേലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനെന്തായാലും മാങ്ങകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. വേസിൻ്റെ അവിടെ ഒരു പൂക്കൾ കുറച്ചുണ്ട്. ഇവിടെ ഇതിന്മേലും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ പൂളുണ്ട്, പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിന്മേ അവിടെ പൂക്കൾ. പിന്നെ നമ്മുടെ മല്ലികകളുണ്ട്, 10 മണി മുല്ലകളും ഉണ്ട് കേട്ടോ. ഇത് കടുക്, ഇത് മറ്റേ ബുഷുകളാട്ടോ. ഇതൊക്കെ ഇപ്പം കുഴിച്ചിട്ടുകൊണ്ട് ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ഇത്. ഇത് ചെടിയാണോ പുല്ലാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പുല്ലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.